ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പോളം തേങ്ങയും ഇതുപോലെ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ, വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുക്കറിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ചെറുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഇനി നമുക്ക് ഇത് വേവാനും കുറച്ച് വെള്ളം, പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലുതായിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ട് ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. ഒരു 3 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പൊ ഇത് കുക്കറിൽ തന്നെ വേവിക്കണമെന്നൊന്നും ഇല്ല, അല്ലാതെ വേണേലും വേവിച്ചെടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പാൻ ഒന്ന് ചൂടായതിന് ശേഷം വറ്റൽമുളക് ചേർത്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഒരു 4 ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ ഒന്നും ഒഴിക്കണ്ട, ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ദാണ്ടെ ഒന്നായിട്ടുണ്ട്, ചെറുതായിട്ട് ആ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്ന കണ്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് വറുത്ത ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പൊ ഇതായിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തണുപ്പ് ഇത് ചൂട് മാറി തണുത്ത് വരട്ടെ. അപ്പൊ അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. അതിന്റെ ആ സ്റ്റീമൊക്കെ പോയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നോക്കി, പക്ഷെ എല്ലാവരും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ, നോക്കിയതാണ് കേട്ടോ. അതാണ്ട് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ട. ഇനി നമുക്കിതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഞാനൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കാം. അട ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ അടിഭാഗം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടോ അങ്ങനെ ഉടച്ചെടുത്താൽ മതി. അപ്പൊ ദാണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. വളരെ സിമ്പിൾ പരിപാടി കേട്ടോ. ഈ ഒരു സംഭവം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ ദാണ്ട് ഇനി മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക. ഒരു 1/4 കപ്പോളം തേങ്ങ. അപ്പൊ ഈ തേങ്ങ എടുക്കുമ്പോഴേ അന്നേരം അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്ത് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മളിവിടെ വറുത്തെടുത്ത് വെച്ച ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ കറിവേപ്പില എൻ്റെ കയ്യിൽ ആകെ പാടെ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം കുരുവില്ലാത്ത ഭാഗം നോക്കി പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതും കൂടെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഒരല്പേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ അരച്ചെടുക്കാം. നല്ലപോലെ എന്ന് പറയുമ്പോൾ ഈ ചമ്മന്തി അരയ്ക്കൂലേ അതുപോലെ പൾസ് മോഡിലിട്ട് ഒരു 3 വട്ടമാക്കാം. ഒന്ന് ക്രഷ് ആക്കിയാൽ മതി. അപ്പോൾ അതാണ്ട് ഇതുപോലെ കിട്ടും കണ്ടോ. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച ചമ്മന്തി ഉണ്ടല്ലോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം അങ്ങോട്ട് എടുത്തോളൂ, ഒന്നും വേസ്റ്റ് ആക്കണ്ട. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ എത്ര പേര് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അതാണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ആക്കാം. ഇതിങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ആക്കി കൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കൂല. നമ്മുടെ കൈ തന്നെ നല്ലപോലെ ക്ലീൻ ആക്കി കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ആയിട്ട് വരുള്ളൂ. സ്പൂൺ വെച്ചിട്ട് ചെയ്താലൊന്നും അങ്ങനെ വരൂല. അപ്പൊ അതാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ അതാണ്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്തു കഴിഞ്ഞാല് നല്ല അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് ചമ്മന്തിയാണ് കേട്ടോ. ഒരു വട്ടെങ്കിലും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലെ ചമ്മന്തി നിങ്ങളൊന്ന് അരച്ചു നോക്കണം. എന്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റ് ആണെന്ന്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടല്ലോ, വേറെ കറികളൊന്നും വേണ്ട. പിന്നെ സൈഡിൽ ഒരു ആഡംബരത്തിന് ഒരു മീൻ പൊരിച്ചതോ ഒരു മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. അപ്പൊ അതാണ്ട് 2 ഉരുളകളായിട്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ചമ്മന്തി ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചൂട് ചോറിന്റെ കൂടെ ഇതങ്ങോട്ട് വെച്ചങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ പൊളിയാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഞാൻ കാണിക്കാവേ. അപ്പൊ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം.